വർദ്ധിച്ചു വരുന്ന ചൈനീസ് താൽപര്യങ്ങളെ നാലായി മടക്കി പാക്ക് ചെയ്യാൻ ട്രംപ് താൽപര്യപ്പെടുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. നാറ്റോ സഖ്യരാജ്യങ്ങളെ പോലും അവഗണിച്ച് ഇന്ത്യക്ക് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന വിശിഷ്ട സ്ഥാനത്തെ ലോകം വളരെ അസൂയയോടെയാണ് നോക്കിക്കാണുന്നത്. എന്താണ് ട്രംപ് 2.0-ൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പരിശോധിക്കാം. ട്രംപിന് കീഴിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റായി അധികാരമേറ്റ ഉടൻ മാർക്കോ റൂബിയോ തന്റെ ഔദ്യോഗിക നടപടികൾ ആരംഭിക്കുന്നത് ഇന്ത്യയുമായി ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി റൂബിയോ നടത്തിയ ചർച്ചകൾ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇരുവരും തമ്മിലുള്ള ചർച്ചകൾക്കു ശേഷം ക്വാഡ് സഖ്യകക്ഷികളായ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പെന്നി വോങ്, ജപ്പാനിൽ നിന്നുള്ള ഇവാൻഷോ തഗേയി എന്നിവരുമായും ഇന്തോ പസഫിക് മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. ട്രംപിന്റെ രണ്ടാം വരവിൽ ഇന്ത്യക്ക് കിട്ടുന്ന സ്വീകാര്യത ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ വലിയ ശ്രദ്ധയും ഉണ്ടാക്കി. ഉദ്ഘാടന ചടങ്ങിൽ മുൻനിരയിലാണ് ഇന്ത്യ സ്ഥാനം പിടിച്ചത്. മാത്രവുമല്ല, മാർക്കോ റൂബിയോ ആദ്യം കൈകാര്യം ചെയ്ത വിഷയമാകട്ടെ ഇന്ത്യയുമായുള്ള ബന്ധവും. കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് സെക്രട്ടറിയായി ചുമതലയേറ്റ ഉടൻ തന്നെ റൂബിയോ ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 18,000 ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകുന്ന ബ്ലൂംബർഗ് റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ട്രംപ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും ഉയർത്തിയ പ്രധാന വിഷയമായിരുന്നു അമേരിക്കയിലെ കുടിയേറ്റ പ്രതിസന്ധി. ആ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കഠിന ശ്രമത്തിലാണ് അവർ. അതിന് അമേരിക്കയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനമെന്നും എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നു തന്നെ 7 ലക്ഷത്തിൽ പരം അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. അതിലെ 18,000 പേരെ മാത്രമാണ് തിരിച്ചയക്കുന്നത് എന്നോർക്കണം. എന്തായാലും ട്രംപിന്റെ ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യ ട്രംപിന്റെ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര മേഖലകൾ വിപുലീകരിക്കാനുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട്. പ്രതിരോധ സഹകരണം, ഊർജ്ജം, ഇന്തോ പസഫിക് മേഖലയിലെ കൂടുതൽ സ്വതന്ത്രമാക്കുക, ഇവയൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് ഇവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവയ്ക്കൊക്കെ പുറമെ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്താനും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള താൽപര്യവും ട്രംപിന്റെ പ്രതിനിധി എന്ന നിലയിൽ റൂബിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യയുടെ താൽപര്യവും അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സെക്രട്ടറിയായി അധികാരമേറ്റ ശേഷം ആദ്യം കൂടിക്കാഴ്ച നടത്തുന്ന രാജ്യം എന്നതിലുപരി തങ്ങളുടെ എതിരാളിയായ രാഷ്ട്രങ്ങളിൽ കൂടി കാഴ്ചയ്ക്ക് ആദ്യം തിരഞ്ഞെടുത്ത രാജ്യം എന്ന നിലയിലാണ് ഉഭയകക്ഷി ചർച്ച പ്രാധാന്യം അർഹിക്കുന്നത്. പരമ്പരാഗതമായി പുതുതായി അധികാരത്തിൽ വരുന്ന അമേരിക്കൻ ഭരണകൂടം കാനഡ, മെക്സിക്കോ, നാറ്റോ സഖ്യകക്ഷികളായ രാഷ്ട്രങ്ങൾ എന്നിവരെക്കുറിച്ച് ആദ്യം കൂടിക്കാഴ്ച നടത്താൻ തിരഞ്ഞെടുത്തിരുന്നത്. എന്നാൽ ട്രംപിന്റെ വരവിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. നാറ്റോയുമായി ഇനി വലിയ ബന്ധം അമേരിക്കയ്ക്ക് ഉണ്ടാകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇവിടെയാണെങ്കിലോ മറ്റ് രാജ്യങ്ങളെയൊക്കെ മാറ്റി നിർത്തി അമേരിക്ക സംസാരിച്ചത് ഇന്ത്യയോടാണ് എന്നത് ചിലപ്പോൾ അമേരിക്കയുടെ സഖ്യകക്ഷികൾക്കിടയിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മറ്റ് ക്വാഡ് നേതാക്കളുമായി റൂബിയോ ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ചയിലെ സംയുക്ത പ്രസ്താവനയിൽ നിയമവാഴ്ച, ജനാധിപത്യ മൂല്യങ്ങൾ, പരമാധികാരം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് ഇവർ സംസാരിച്ചിട്ടുണ്ട്. തായ്വാൻ വിഷയത്തിൽ ചൈനയെ വിമർശിക്കുക എന്നതായിരുന്നു ചർച്ചയുടെ ലക്ഷ്യം പോലും. ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ ക്വാഡ് സഖ്യശക്തികളുടെ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജയശങ്കർ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കാൻ കൂടിയായിരുന്നു ഈ കൂടിക്കാഴ്ച ലക്ഷ്യമിട്ടത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിലെ ഇരിപ്പിട ക്രമീകരണം തന്നെ അമേരിക്ക ഇന്ത്യ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ശക്തമായ സൂചനയാണ് നൽകുന്നത്. ജനുവരി 20 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നോബോവയ്ക്കൊപ്പം മുൻനിരയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് ഇരിപ്പിടം ലഭിച്ചത്. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രോട്ടോകോളുകളിൽ കാര്യമായ മാറ്റം വരുത്തിയാണ് ഇന്ത്യൻ പ്രതിനിധിക്ക് മുൻനിര സീറ്റ് ലഭിക്കുന്നത്. ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവയായ്ക്ക് 2 വരി പിന്നിലായിരുന്നു ഇരിപ്പിടം അനുവദിച്ചത്. ഇന്ത്യൻ പ്രതിനിധി എന്ന നിലയിൽ തങ്ങൾക്ക് ലഭിച്ച ക്ഷണത്തെ അഭിമാനത്തോടെയാണ് രാജ്യം നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദശകങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഗണ്യമായി വികസിച്ചു വരുന്നത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ വരവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായ സാമ്പത്തികവും സൈനികവുമായ ബന്ധങ്ങൾ വരെ വളർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായതും ഈ കാലഘട്ടത്തിലാണ്. 2016 അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ വരവ് ആഗോള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പരമ്പരാഗത കൂടുതൽ കൺസർവേറ്റീവ് നയങ്ങൾ വിമർശിക്കപ്പെട്ടുവെങ്കിൽ പോലും ഇന്ത്യയുമായുള്ള ബന്ധം വളരെ ഊഷ്മളമായി കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ട്രംപ് തീരുമാനിച്ചത്. ഇപ്പോഴത്തെ 2024 തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയവുമായി ട്രംപ് അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോഴും ഇന്ത്യക്ക് ആവശ്യമായ എല്ലാ പരിഗണനയും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്.
ട്രംപിന്റെ കീഴിലുള്ള US-ഇന്ത്യ ബന്ധത്തിന്റെ പ്രാഥമിക ഘടകങ്ങളിലൊന്ന് അവരുടെ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ സഹകരണം തന്നെയാണ്, പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ. ചൈനയുടെ ഉയർച്ചയെ പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിലും വിശാലമായ ഇന്തോ പസഫിക് മേഖലയിലും സമതുലിതമാക്കുന്നതിൽ തന്ത്രപരമായ പങ്കാളിയായി അമേരിക്ക ഇന്ത്യയെ കാണുന്നുണ്ട്. ആ ചർച്ചകളും ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. 2016 US-ഇന്ത്യ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിയായി അംഗീകരിച്ചിട്ടുണ്ട്. ഇത് നൂതനമായ സൈനിക സാങ്കേതിക വിദ്യയും അതുപോലെ പ്രതിരോധ ബന്ധവും പങ്കുവെക്കുന്നതിൽ നിർണായകവുമാണ്. ട്രംപിന്റെ ആദ്യ ടൈമിൽ കമ്മ്യൂണിക്കേഷൻസ് കോമ്പാറ്റിബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി എഗ്രിമെന്റ്, ലോജിസ്റ്റിക് ആൻഡ് എക്സ്ചേഞ്ച് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെന്റ് തുടങ്ങിയ കരാറുകളിലൂടെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ സുരക്ഷാ പങ്കാളിത്തം ശക്തിപ്പെടുത്തിയിരുന്നു. ഈ കരാറുകൾ സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുമുണ്ട്. ഈ കരാർ വന്നതോടെ US-നും ഇന്ത്യക്കും പ്രതിരോധ കാര്യങ്ങളിൽ സഹകരിക്കുന്നത് എളുപ്പമാക്കി. സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് പ്രോത്സാഹിപ്പിക്കുന്നതിനും ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള US, ജപ്പാൻ, ഓസ്ട്രേലിയ ഇവർ തമ്മിലുള്ള തന്ത്രപരമായ സംഭാഷണത്തിൽ ഇന്ത്യയും അങ്ങനെ പങ്കാളിയായി മാറുകയായിരുന്നു. തന്ത്രപരമായ ബന്ധം അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ വ്യാപാര ബന്ധവും വളർന്നുകൊണ്ടിരുന്നു. ട്രംപിന്റെ ആദ്യ ടൈമിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന താരിഫുകളും നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനുള്ള തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള വ്യാപാര രീതികൾക്കായി US പലപ്പോഴും ഇന്ത്യയെ വിമർശിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ, അലൂമിനിയം ഇറക്കുമതിക്ക് താരിഫ് ഏർപ്പെടുത്തുകയും ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് അതായത് GST പ്രകാരം ഇന്ത്യയുടെ മുൻഗണനാ വ്യാപാര പദവി കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് ചില നയതന്ത്ര സംഘർഷങ്ങൾക്ക് കാരണമായി എന്നതും സത്യമാണ്. അപ്പോഴും സാമ്പത്തിക ബന്ധം ശക്തമായി തുടർന്നു പോരുന്നതിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ പുലർത്തി. വ്യാപാര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ചകളിൽ ഏർപ്പെടുന്നത് തുടർന്നു പോന്നു. US-ലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായി തുടർന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും US-ഉം പരസ്പര സാമ്പത്തിക താൽപ്പര്യങ്ങൾ പിന്തുടരുന്നത് തുടർന്നു എന്ന് പറഞ്ഞല്ലോ. ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ US കമ്പനികൾ ഇന്ത്യൻ വിപണിയിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുമുണ്ട്. അതേസമയം ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, ഇൻഫോസിസ് തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ US-ൽ ശക്തമായ സാന്നിധ്യം നിലനിർത്തുകയും ചെയ്തു. ടെക് ഇൻഫർമേഷൻ മേഖലയിലെ പൊതു താൽപ്പര്യങ്ങൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കി നിർത്തി. ട്രംപ് 2.0 എന്ന പേരിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അമേരിക്കൻ ഫസ്റ്റ് എന്ന നിലപാട് കാരണം സാമ്പത്തിക ബന്ധത്തിൽ കൂടുതൽ ചാഞ്ചാട്ടമുണ്ടായേക്കാം. എന്നിരുന്നാലും സാങ്കേതികവിദ്യ, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള പരസ്പര ആശ്രിതത്വം വ്യാപാര നയത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും തുടർച്ചയായി ഇടപെടൽ ഉറപ്പാക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാനാവുന്നതാണ്. ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങളുമായി പ്രതിധ്വനിക്കുന്ന ചൈനയ്ക്കെതിരെ US കടുത്ത നിലപാട് സ്വീകരിക്കും. മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക സൈനിക സ്വാധീനത്തെക്കുറിച്ച് ഇന്ത്യ വളരെ കാലമായി ജാഗ്രത പുലർത്തുന്നുമുണ്ട്. ചൈനയോടുള്ള ട്രംപിന്റെ ഏറ്റുമുട്ടൽ സമീപനം, താരിഫുകൾ, ഉപരോധങ്ങൾ, ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾക്കുള്ള പൊതു പിന്തുണ എന്നിവ ഉൾപ്പെടെ ചൈനയുടെ പ്രാദേശിക അഭിലാഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ താൽപ്പര്യങ്ങളുമായി നന്നായി യോജിച്ച് പ്രവർത്തിക്കും. 2025 ട്രംപിന്റെ തിരിച്ചുവരവ് ബെയ്ജിങ്ങിനെതിരെയുള്ള കടുത്ത നിലപാട് തന്നെയാണ്. ഇത് US-ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ഈ വിന്യാസം ഇന്ത്യയുടെ പ്രാദേശിക ആശങ്കകൾക്ക് തുടർച്ചയായ പിന്തുണ നൽകാനും ഇടയാക്കും. പ്രത്യേകിച്ചും ഇന്ത്യ-ചൈന അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളിത് വായിച്ചെടുക്കണം. ആഗോളതലത്തിൽ ഇന്ത്യയും അതുപോലെ തന്നെ US-ഉം ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിലും ജനാധിപത്യ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും താൽപ്പര്യപ്പെടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ട്രംപിന്റെ ബന്ധവും മികച്ചത് തന്നെ. ഇരു നേതാക്കളും നിരവധി ഉന്നത കൂടിക്കാഴ്ചകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഇന്ത്യയെ പോലൊരു പങ്കാളി അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇതെത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.